വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സെഷൻ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നതാണ്. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ തുടങ്ങിയ ടേംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മാത്സിൽ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് ഡിഫറൻസിയേഷനെ പറ്റിയാണ് നമ്മൾ ഈ സെഷനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ആക്ച്വൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിനകത്ത് കുറേ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, പിന്നെ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ തിയറി പാർട്ട് നിങ്ങൾക്ക് അധികം ഡീൽ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ കുറച്ച് ആ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ മാത്രം ഞാൻ തിയറി പാർട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒരു 2 or 3 minutes. അതിനുശേഷം നമുക്ക് എന്തിലേക്ക് കടക്കാം? പ്രോബ്ലം പാർട്ടിലേക്ക് കടക്കാം. സോ എന്താണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ? കൺസിഡർ എ ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നതുകൊണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എക്സിലുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മീൻസ് എ ഫംഗ്ഷൻ ഇൻ എക്സ്. അതിനൊരു പുതിയ പേര് നൽകിയിരിക്കുന്നു, എന്ത്? y. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചതാണ് പോളിനോമിയൽസ് അല്ലേ? പോളിനോമിയൽസ് ഒരു ഫംഗ്ഷനാണ്. അതായത് എക്സിലുള്ള ഒരു പോളിനോമിയൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ x² + 2x - 1. ഈ ഒരു പോളിനോമിയലിനെ സംബന്ധിച്ച് ഈ പോളിനോമിയലിനകത്തുള്ള വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. x² ഉണ്ട്, 2x ഉണ്ട്, -1 ഉണ്ട് അല്ലേ? ഈ എക്സിലുള്ള ഈ പോളിനോമിയലിനെ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അതായത് ഇത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഈ പോളിനോമിയൽ ഫംഗ്ഷന് ഞാൻ പൊതുവായിട്ടൊരു പേര് y എന്ന് കൊടുത്താൽ വി ക്യാൻ സേ ദാറ്റ് x² + 2x - 1 is equal to y. Here the polynomial function is represented in terms of x and it is generally നമ്മളത് കൊടുക്കുന്ന ഒരു പേര് നമ്മൾ കൊടുക്കുന്നത് എന്തെന്ന്? y എന്ന്. സോ y is equal to f of x എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എക്സിലുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? y എന്നൊരു പേര് കൊടുക്കുന്നു, ജനറലായിട്ടൊരു പേര് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ sin x, sin x ഉം cos x നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. sin x + tan² x. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സൈൻ ഫംഗ്ഷൻ sin x-നെയും tan² x-നെയും കൂടെ എന്ത് ചെയ്തിരിക്കുന്നു? ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എക്സിലുള്ളൊരു ഫംഗ്ഷനാണിത്. ഈ ഫംഗ്ഷൻ ഞാൻ എന്ത് പേരെടുക്കുന്നു? y എന്നല്ലെങ്കിൽ വേറെ. ഇത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ. അപ്പോൾ ഈ എക്സിലുള്ളൊരു ഫംഗ്ഷന് പിന്നെ എക്സ് നമുക്ക് പേരെടുക്കാൻ പറ്റില്ല. സോ വേറൊരു ആൽഫബറ്റിന് യൂസ് ചെയ്യുന്നത് ഇസഡ്. സോ ഈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് വേരിയബിളിൻ്റെ ടേമിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടേമിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു sin x + tan² x. ഇതിനെയാണ് ഞാൻ ജനറലായിട്ട് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് ഇസഡ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് എന്താണ്? എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാം. സോ y is equal to f of x എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. y എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ. സോ ഈ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലാതെ എക്സിലുള്ള ഏതൊരു ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എഫ് ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതാണ് എന്താ? y is equal to f of x എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ, ആ മൊത്തത്തിലുള്ള ഫംഗ്ഷനെ ഞാനൊരു പുതിയ പേരിട്ട് വിളിക്കുന്നു, എന്ത്? y. സോ ഇനി അടുത്ത ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് എന്നുള്ളതാണ്. ഈ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ ചേഞ്ച്. ആ സ്മോൾ ചേഞ്ച് ആണ് എന്ത്? ഡെൽറ്റ എന്ന് പറയുന്ന ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെർഫോർ ഡെൽറ്റ എക്സിനെ എനിക്ക് ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആസ് ദ സ്മോൾ ഇൻക്രീസ്. ഇറ്റ് ക്യാൻ ബി either increase or decrease. ഇവിടെ ഇൻക്രീസ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഈസ് എ സ്മോൾ ഇൻക്രീസ് ഇൻ എക്സ്. ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് എന്ന് മാത്രമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡെൽറ്റ മീൻസ് ചേഞ്ച്. Therefore ഡെൽറ്റ എക്സ് ഈസ് ദ സ്മോൾ ഇൻക്രീസ് ഇൻ എക്സ്. ചേഞ്ച് പോസിറ്റീവായിട്ടുണ്ടാവും, അപ്പോൾ അത് ഇൻക്രീസ് ആകും. ചേഞ്ച് നെഗറ്റീവായിട്ടുണ്ടാവുന്ന എന്താവും? ഡിക്രീസ് ആകും. Therefore ഡെൽറ്റ എക്സിനെ ഞാൻ പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് എടുക്കുന്നെങ്കിൽ സ്മോൾ ഇൻക്രീസ് ഇൻ എക്സ്, ഒരു സ്മോൾ ചേഞ്ച്. സിമിലർലി ഡെൽറ്റ വൈ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സ്മോൾ ഇൻക്രീസ് ഇൻ, ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? y. Therefore എ സ്മോൾ ഇൻക്രീസ് ഇൻ y. Therefore ഡെൽറ്റ എക്സ് എന്താന്ന് നമ്മൾ കണ്ടു, ഡെൽറ്റ വൈ എന്താന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ
എക്സ്. ഈ ഇത്രയും കാരണം ഞാൻ പറയുമ്പോൾ ഇത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. എന്താണ് y = f(x), എന്താണ് ഡെൽറ്റ എക്സ്, എന്താണ് ഡെൽറ്റ വൈ. ഇനി അടുത്ത ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ആ ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അവിടുത്തെ റേഷ്യോയാണ്. Therefore, delta y by delta x is the average rate of change in ന്യൂമറേറ്ററിലുള്ള വേരിയബിൾ ഏതാണ്? y. അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞ ടേം വന്നുകൊണ്ട് തന്നെ എന്താണ്? ചേഞ്ച് ആണ് അല്ലേ? ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മീൻസ് വൈയുടെ ചേഞ്ച് എന്തിന് റെസ്പെക്റ്റ് ആയിട്ടുള്ളത്? വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ എക്സ്. അതായത് വൈക്ക് ഉണ്ടാവുന്ന വൈ എന്ന് പറയുന്ന വേരിയബിളിനുണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ വേരിയബിൾ എക്സ്. ദാറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ ഏത്? എക്സ്. സോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ ബൈ വന്നുകൊണ്ടാണ് എന്ത് വന്നത്? റേറ്റ് എന്ന് പറയുന്ന ടേം ഇവിടെ വന്നത്. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ എക്സ്. വൈക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്തിൻ്റെ ചേഞ്ചിനനുസരിച്ച്? എക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച്. ഇനി ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണെന്നെ പറ്റി നമുക്കൊരു വേഗ ഐഡിയ നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ ശരിക്കും വായിക്കുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്നാണ്. നമ്മൾ എളുപ്പത്തിന് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വായിക്കും. ശരിക്കും ഉദ്ദേശിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ വൈ with respect to the difference in x. Difference means change. That is change in y with respect to the change in x. അതായത് ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂവിൽ ഡെൽറ്റ എക്സ് ഡിനോമിനേറ്റർ 0യിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ വൈയുടെ ചേഞ്ച്, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഡി വൈ ബൈ ഡി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വരെ എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഈ വൈയുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ചേഞ്ച്, ആ ചേഞ്ചിൽ ഡെൽറ്റ വൈ ഡിനോമിനേറ്റർ ടേം 0യിലേക്ക് അടുക്കുമ്പോൾ വൈക്കുണ്ടാവുന്ന ചേഞ്ച്, അതിനെ എന്തുദ്ദേശിക്കുന്ന? വൈക്കുണ്ടാവുന്ന ചേഞ്ച് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ദ ഡിഫറൻസ് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫറൻസ് ഇൻ എക്സ്. ആ എക്സിൻ്റെ ഡിഫറൻസ് എങ്ങോട്ട് എടുക്കുമ്പോഴാണ്? 0യിലേക്ക് അടുക്കുമ്പോൾ. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ എക്സ്. എക്സിലുണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് വൈക്കുണ്ടാവുന്ന ചേഞ്ച്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ്. ഇതൊരു തിയറി പറഞ്ഞ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. സോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ ഒരു ലെവലിൽ, ഡിഗ്രി ലെവലിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും മാക്സിമം ടൈം ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ട് നോക്കുക. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. സോ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ വൈ വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ അനുസരിച്ച് വൈയുടെ ഡെറിവേറ്റീവ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് എന്താണ്? ബേസിക് എന്താണ്? ബേസിക്കുള്ള ഐഡിയ എന്താണ്? വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച്, വൈ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് എന്തിൻ്റെ ചേഞ്ചിനനുസരിച്ച്? എക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച്. വൈ എന്ന് പറയുന്നത് എക്സിലുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ, എക്സിൻ്റെ ടേമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് വൈ എങ്കിൽ, ആ ഫംഗ്ഷന് ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ്? എന്തിൻ്റെ ചേഞ്ച്? എക്സ് മാറിയാൽ അതിനകത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഈ വൈ എന്ന് പറയുന്ന ഈ ഹോൾ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, ഈ എക്സിൻ്റെ വാല്യൂസ്, എക്സ് നമുക്ക് 1 കൊടുക്കാം, 2 കൊടുക്കാം, ഏത് വാല്യൂസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂസൊക്കെ മാറുന്നതനുസരിച്ച് ഈ ഹോൾ ഫംഗ്ഷൻ്റെ വാല്യൂവിനുണ്ടാകുന്ന ചേഞ്ച്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഡി വൈ ബൈ ഡി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആക്ച്വലി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ S2 ലെവലിൽ ഡീൽ ചെയ്യാനായിട്ട് ഈ തിയറി പാർട്ടിന് വലിയ ആവശ്യമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതുകൊണ്ട് മാത്രമേ എന്ത് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒന്നൊരു ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ തന്നതേ ഉള്ളൂ. ഈ സെക്ഷനകത്ത് നമ്മൾ ആപ്പാട് പഠിക്കാൻ പോകുന്നത് കുറച്ച് റിസൾട്ട്സ് ഉണ്ട്, ഡെറിവേറ്റീവിന് കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റിസൾട്ട്, സൈനും കോസും ഒന്നുമില്ലാത്ത വളരെ ചെറിയ കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. ആ റിസൾട്ട്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക. റിസൾട്ട്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷനുള്ള പ്രോബ്ലംസും മാത്രമാണ് അവിടെ വരുന്നത്, ഈ സെക്ഷൻസിനകത്ത് വരുന്നത്. സോ നമുക്ക് ആദ്യം വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ റിസൾട്ട്സ്. സോ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്. ഇവിടെ ആദ്യം ശരിക്കും രണ്ട് കോളംസ് ആണുള്ളത്. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എക്സിലുള്ള ഫംഗ്ഷൻസ് ഞാൻ y എന്ന് പേര് കൊടുക്കുന്ന ഫംഗ്ഷൻസ് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ എക്സ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ സംബന്ധിച്ച് എക്സിൻ്റെ ചേഞ്ചിനനുസരിച്ച് വൈക്ക് ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, dy/dx കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു 15, y ഈസ് ഈക്വൽ ടു 30, അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് തന്നിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് വാല്യൂ, കോൺസ്റ്റൻറ്റ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, y ഈസ് ഈക്വൽ ടു എക്സ്. ആ y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെങ്കിൽ എക്സ് ആണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ആ വേരിയബിൾ തന്നെയാണെങ്കിൽ ദ ഡെറിവേറ്റീവ് ഈസ് 1. എഗെയിൻ y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്. y എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഏതാണെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷനായ ഇ റൈസ് ടു എക്സ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ത് തന്നെ ആയിരിക്കും, ഇ റൈസ് ടു എക്സ് തന്നെ ആയിരിക്കും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മാത്രമുള്ള പ്രത്യേകതയാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും, അതേ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും, ഇ റൈസ് ടു എക്സ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ. y എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു പവർ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് നമ്പർ വേണമെങ്കിലും ആകാം, 1 ആവാം, 2 ആവാം, 3 ആവാം, ഏത് വേണമെങ്കിലും ആകാം. എക്സ് റൈസ് ടു എൻ, ബേസ് എക്സ് എന്ന് പറയുന്ന വേരിയബിളും പവർ അല്ലെങ്കിൽ എക്സ്പോണൻ്റ് ഒരു വാല്യൂമാണെങ്കിൽ, നമ്പറുമാണെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷനാണ് y എങ്കിൽ, y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ ദ ഡെറിവേറ്റീവ് ഈസ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. അതായത് ഈ എക്സ്പോണൻ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂവിനെ ഫ്രണ്ടിലിട്ടിട്ട് എക്സ് റൈസ് ടു അതിൽ നിന്നും ഒന്ന് കുറച്ചെടുക്കുക. ദാറ്റ് ഈസ് dy/dx ഓഫ് എന്തിൻ്റെ, d/dx ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഫോർ എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാൻ റിസൾട്ടിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ലെറ്റ് ഇറ്റ് ബി y ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുന്നു, 5 വന്നിരിക്കുന്നു. y എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ 5th പവർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് d/dx ഓഫ് y, ഈ y എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, റിസൾട്ട് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, d/dx ഓഫ് എക്സ് റൈസ് ടു എൻ എന്താണെന്ന് പറഞ്ഞേക്കുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ എക്സ്പോണൻ്റ് കിടക്കുന്ന വാല്യൂവിനെ താഴെ ബേസിൽ കൊണ്ടുവന്ന ശേഷം എക്സ് റൈസ് ടു പവർ എന്ത് വരണം, ഒന്ന് കുറച്ച് എഴുതണം. ദെർഫോർ y എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 5 ആണെങ്കിൽ d/dx ഓഫ് y എന്ന് പറയുന്നത് എന്തായിരിക്കും, d/dx ഓഫ് എക്സ് റൈസ് ടു 5 ആയിരിക്കും അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 5 എക്സ് റൈസ് ടു 5 മൈനസ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 5 എക്സ് റൈസ് ടു 4 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ d/dx ഓഫ് എക്സ് റൈസ് ടു n കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ എക്സ് റൈസ് ടു എക്സിൻ്റെ പവറായിട്ടൊരു വാല്യൂ വരികയാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ വരുമെന്ന് പറഞ്ഞേക്കുന്നത് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് equation, next result, y is the function a raised to n. അതായത് ഇവിടെ എന്ത് വരുന്നില്ല, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളിൻ്റെ പ്രസൻസ് വരുന്നില്ല. ഈ രണ്ട് റിസൾട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്തുണ്ടായിരുന്നു, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു വേരിയബിളിൻ്റെ പ്രസൻസ് ഇല്ല. ഇവിടെ എന്താണ്, എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, എൻ എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നൊരു പവർ. ഫോർ എക്സാമ്പിൾ, let y is equal to 5 raised to 9.
5 എന്ന് പറയുന്നത് എന്ത്, ഇവിടുത്തെ എ ആയിട്ട് കിടക്കുന്ന വാല്യൂ, 9 ആണ് എന്ത്, n ആയിട്ട് കിടക്കുന്ന വാല്യൂ. Therefore 5⁹ ആണ് y എങ്കിൽ we can say that d by dx, the derivative of the function y, that is d by dx of 5⁹. എങ്ങനെ വരുമെന്ന് പറഞ്ഞേക്കുന്നത്, a⁻n ഇൻറ്റു, അതിനെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തത്, a⁻n ഇൻറ്റു log a, ദറ്റ് ഈസ് ഈക്വൽ ടു d by dx ഓഫ് 5⁹ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒന്നുകൂടെ എടുത്തെഴുതുക, 5⁹ ഇൻറ്റു ലോഗ് എവിടെ കിടക്കുന്നത്, ബേസിലുള്ള വാല്യൂ ഏതാണ്, എ ഇവിടെ എന്താണ് 5, ലോഗ് 5. ലോഗ് 5ൻ്റെ ഒക്കെ വില നമുക്ക് ഇവിടെ കിട്ടും, കാൽക്കുലേറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടും. സോ d by dx of a⁻n എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് a⁻n ഇൻറ്റു ലോഗ് a. What about the next result? If y is the function root x, root x എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, എന്നിൻ്റെ ഒന്നും പ്രസൻസ് ഇല്ല, എന്തിൻ്റെ മാത്രം പ്രസൻസേ ഉള്ളൂ, എക്സ് എന്ന വേരിയബിൾ ഉണ്ട്, എന്തെടുത്തേക്കുന്നു, റൂട്ട് എടുത്തിരിക്കും. Therefore y എന്ന് പറയുന്ന ഫംഗ്ഷനും എക്സിൻ്റെ റൂട്ട് ആണെങ്കിൽ, റൂട്ട് എക്സ് ആണെങ്കിൽ d by dx ഓഫ് റൂട്ട് എക്സ് എന്തായിരിക്കും, 1/2 റൂട്ട് എക്സ് ആയിരിക്കും. റൂട്ട് എക്സ് അവിടെ കൊണ്ട് ഡിനോമിനേറ്റർ കൊണ്ടുവന്നിട്ട് 2 കൂടെ എക്സ്ട്രാ ഇടുക, ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ്. Again y is equal to log x or ln x. log x ആണെങ്കിലും ln x ആണ്, രണ്ട് രീതിയിൽ വരാം. സാധാരണ ബേസ് 10 ആയിട്ടുള്ള ലോഗരിതം വരാം, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം വരാം. സോ ഈ രണ്ട് ലോഗരിതത്തിൻ്റെ കേസിലും, അല്ലെങ്കിൽ ലോഗ് എക്സിൻ്റെ കേസാണെങ്കിലും ln എക്സിൻ്റെ കേസാണെങ്കിലും y എന്ന് പറയുന്നത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവിന് എന്തെന്ന് എഴുതാം, 1/x എന്ന് നമുക്ക് എഴുതാം. സോ ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് ടോട്ടൽ ഈ സെക്ഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. 7 റിസൾട്ടുകളുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, എന്തൊക്കെയായിരുന്നു, d by dx ഓഫ് എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 ആയിരിക്കും. e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ ആയിരിക്കും. x⁻n വരുന്നിടത്ത് മാത്രമേ ഒരു ചെറിയ കോംപ്ലിക്കേഷൻ ഉള്ളൂ. x⁻n ഡെറിവേറ്റീവ് എന്തായിരിക്കും, n x⁻n-1 ആയിരിക്കും. a⁻n ഡെറിവേറ്റീവ് a⁻n ഇൻറ്റു ലോഗ് a ആയിരിക്കും. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1/2 റൂട്ട് എക്സ്. ലോഗ് എക്സ് ഓർ ln എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1/x ആയിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ളത്, ഡെറിവേറ്റീവ് ആയിട്ടൊരു ബന്ധവുമില്ല, എക്സ്പോണൻസിൻ്റെ കുറച്ച് റിസൾട്ടുകൾ മാത്രമാണ്. ദാറ്റ് ഈസ് a⁻m ഇൻറ്റു a⁻n. അതായത് ഒരേ ബേസ് വരുന്ന രണ്ട് ടേംസ്, a⁻m ഇൻറ്റു a⁻n. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ലെറ്റ് എ ഇസ് ഈക്വൽ ടു 7 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എം എന്ന് പറയുന്നത് 15ഉം n എന്ന് പറയുന്നത് 5 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം, 7⁻15 ഇൻറ്റു 7⁻5 അല്ലേ. ദാറ്റ് ഈസ് ബേസ് സെയിം ആണ്, എക്സ്പോണൻസ് വ്യത്യാസമുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള രണ്ട് ടേംസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഓർത്തോണം, ബേസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എക്സ്പോണൻസിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേസ് അതേപടി എഴുതുക. ഇവിടെ രണ്ടും ബേസ് എന്തായിരുന്നു, 7 ആയിരുന്നു, അതേപടി നമ്മൾ എടുത്തെഴുതി. ഇവിടെ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് എക്സ്പോണൻസ് തമ്മിൽ എന്ത് എഴുതുക, ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് a⁻m + n, ദാറ്റ് ഈസ് 7⁻15 + 5 which is equal to the result is 7⁻20. അതായത് ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് എക്സ്പോണൻസിനെ തമ്മിൽ, അതായത് രണ്ട് പവേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ബേസ് അതേപടി എഴുതിയതിന് ശേഷം എക്സ്പോണൻസിന് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് വൺ, a⁻m by a⁻n. അത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു നോക്കാം. a7ഉം ഇത് ഇതേപടിയാണെന്ന് സെയിം എക്സാമ്പിൾ, 7⁻15 by 7⁻5. എങ്ങനെ നമുക്ക് എഴുതാം, ഇത് റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ, ഇതിൻ്റെ ബേസ് അതേപടി എഴുതുക, എ തന്നെ റേസ്റ്റ് എന്ത് എഴുതണം, ഡിവിഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ന്യൂമറേറ്ററിലുള്ള പവർ മൈനസ് ഡിനോമിനേറ്ററുള്ള പവർ, ദാറ്റ് ഈസ് 7⁻15 - 5. ദ റിസൾട്ട് വിൽ ബി 7⁻10. അതായത് ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില കേസുകൾ വരുമ്പോൾ എളുപ്പത്തിൽ റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ട്രിക്സ് ആണിത്. Again, next result എന്താണ്, 1/a⁻n. ഈ 1/a⁻n എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റെസിപ്രോക്കൽ ഒരു പവർ വരികയാണെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിലാണ് ഒരു പവർ വരുന്നതെങ്കിൽ ആ വരുന്ന പവർ നമ്മൾ ന്യൂമറേറ്ററിലാക്കി എഴുതുമ്പോൾ എന്ത് വരും, പവർ വാല്യൂ, എക്സ്പോണന്റ് വാല്യൂ എന്തായി വരുമെന്നേ ഉള്ളൂ, മൈനസ് ആയി വരുമെന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും അവിടെ ഇല്ല. ഫോർ എക്സാമ്പിൾ 1/5
5 സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാം? 5⁻⁻2 എന്ന് എഴുതാം. 1/19⁻3 എനിക്ക് എങ്ങനെ എഴുതാം? 19⁻⁻. അത് 1 അവിടെ ന്യൂമറേറ്ററിനെ ഒഴിവാക്കി എഴുതുകയാണെങ്കിൽ, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ഒഴിവാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണമെന്നേ ഉള്ളൂ? നെഗറ്റീവ് വാല്യൂ കൊടുക്കണമെന്നേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി x⁵5 ഇൻറ്റു x⁵9? ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് ബേസ് എന്താണ്? സെയിം ആണ്, രണ്ടിനകത്തും എക്സ് തന്നെയാണ്. എക്സ്പോണൻസ് മാത്രമേ എന്തുള്ളൂ? വേരി ചെയ്തിട്ടുള്ളൂ. ദെയർഫോർ ഈ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ് ആസ് ബേസ് സെയിം ആയതുകൊണ്ട് തന്നെ എക്സ് നമുക്ക് അതേപടി എടുത്തെഴുതാം. ഇവിടെ കണ്ടുപിടിക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ദ എക്സ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 5 + 9, ദാറ്റ് ഈസ് x⁻14. അഗെയിൻ x⁻9/x⁻3 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ രണ്ട് ടേംസിന് ഡിവിഷൻ ആണുള്ളത്. ഈ രണ്ട് ടേംസിൻ്റെ പ്രത്യേകത എന്ന് ഇവിടുത്തെ ബേസ് സെയിം ആണ്. ദെയർഫോർ ഡിവിഷൻ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും ബേസ് എന്തിനൊക്കെ സെയിം ആയിരിക്കും. ഡിവിഷൻ ആണ് പ്രൊസീജിയർ എന്തുകൊണ്ട് തന്നെ എക്സ്പോണൻസ് തമ്മിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത്, ദാറ്റ് ഈസ് 9 - 3. ദെയർഫോർ ദ റിസൾട്ട് ഈസ് x⁻6.